പേര് മേഴ്സി. ബോൾഗാട്ടി എന്ന് വരുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയാണ് എനിക്ക് പള്ളിയിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഈ കൃപാസന പേപ്പർ കിട്ടും. അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല. കാരണം എല്ലാ ദിവസവും മദ്യപിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം, അത് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും, വീടും മറന്നു പോകും. വീടിൻ്റെ അതിലേക്കൂടി ചിലപ്പോൾ നേരെ പോകും. പിന്നെ പുഴയിലേക്ക് കിണറ്റിലേക്കൊക്കെ പോകും. അങ്ങനെ മരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ ഛർദിലും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം 2017 ഒരു ദിവസം ഇതുപോലെ ഞാൻ പേപ്പർ കൊണ്ടുവന്ന് അവിടെ എറാത്ത് തന്നെ ഒരു സ്ഥലത്തിട്ടു. ഞാനപ്പോൾ ഈ പേപ്പർ കൊണ്ടുവരുന്ന മുഴുവനും ഇയാളോട് മിണ്ടാതെ കിടക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, ഇയാളെ മാതാവ് മാനസാന്തരപ്പെടുത്തണം എന്ന്. ഈ ഒരു ദിവസം ഞാൻ ധൃതി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് കടന്നുപോയി. പിന്നെ ഞാൻ മറന്നുപോയി. അന്ന് ഒരുപാട് മദ്യപിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് നേരെ പോയി. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ കണ്ട് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അവർക്കൊന്നും അധികം അറിയില്ല. പിടിച്ചോണ്ട് വന്നിട്ട് അന്ന് ഒത്തും ബോധമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ പേപ്പർ എടുത്ത് നോക്കി. ഉടനെ തന്നെ പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെ ഒരു തരി പോലും മദ്യപിച്ചിട്ടേ ഇല്ല. അതുമാത്രമല്ല, പള്ളിയിലൊക്കെ മുമ്പും ഞായറാഴ്ചയൊക്കെ പോയിരുന്നു. പക്ഷെ പള്ളിയിൽ പോവുകയും കൂടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2021 നവംബർ ആയപ്പോഴേക്കും ഇയാൾക്ക് ലങ്സിന് കഫക്കെട്ടൊക്കെ കൂടി പഴുപ്പൊക്കെ ആയി. അത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഇത് കഫമൊക്കെ വലിച്ചെടുത്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ബയോപ്സിക്ക് എടുക്കേണ്ടി വരുമായിരിക്കും, അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ എന്നും അവിടെ ഹോസ്പിറ്റലിലിരുന്നു ഈ